സങ്കേതവും എൻ്റെ ബലവും എൻ്റെ കോട്ടയും എൻ്റെ പാറയും എൻ്റെ രക്ഷയും എൻ്റെ രക്ഷകനും എൻ്റെ ഗോപുരവുമാണെന്ന് ഉറപ്പുള്ളവർ ഹല്ലേലൂയ. ആ ഉറപ്പോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ആ ഹൃദയങ്ങളെ കർത്താവിലേക്ക് സമർപ്പിച്ച് ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം നമ്മെ കാത്തു പരിപാലിച്ചുവെങ്കിൽ, ഇത്രത്തോളം ദൈവം നമ്മെ നടത്തിയെങ്കിൽ ഹല്ലേലൂയ, നാം പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. ആ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. മനോഹരം യാഹേവിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. മനോഹരം യാഹേവിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടുക. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടുക. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, നന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, നന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. മനോഹരം യാഹേവിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. മനോഹരം യാഹേവിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടുക. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടുക. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, നന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, നന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ നിങ്ങൾ സാക്ഷിക്കും ചെറുകുരുവിലും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ നിങ്ങൾ സാക്ഷിക്കും ചെറുകുരുവിലും. രാവിലെ നിൻ നന്മകളെ ഓർത്ത് പാടി സ്തുതിച്ചിടുക. രാവിലെ നിൻ നന്മകളെ ഓർത്ത് പാടി സ്തുതിച്ചിടുക. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, നന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, നന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. മനോഹരം യാഹേവിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. മനോഹരം യാഹേവിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടുക. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടുക. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, നന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, നന്മക്കൾക്കെന്നും പരിചയായി. മുടക്കുക
നിത്യം നിന്റെ ആലയെ ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ കഴുമരമെല്ലാം മാറ്റും വിശ്വാസത്തോടെ പറഞ്ഞാട്ട് കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ തന്മക്കൾക്കെന്നും പരിചയായി ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ തന്മക്കൾക്കെന്നും പരിചയായി നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നന്മയൊന്നും നേരായി നടപ്പവർക്ക് എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ ഉള്ള നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വം ശ്രീയേശുനാമം അതിശയനാമം ഏഴയെനിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയെനിക്കിമ്പനാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം 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 അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മാറ്റുന്ന ഉന്നതന്റെ വന്ദേനാം അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മാറ്റുന്ന ഉന്നതന്റെ വന്ദേനാം ശ്രീയേശുനാമം അതിശയനാമം ഏഴയെനിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയെനിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയെനിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയെനിക്കും എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം എണ്ണമില്ല പാപം എന്നിൽ നിന്ന്
ഏഴ് എനിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം. ഏഴ് എനിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം. ഏഴ് എനിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം. ഏഴ് എനിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം. ഏഴ് എനിക്കിമ്പനാമം. ആരാധിച്ചാട്ടെ. ആരാധനയ്ക്ക് യോഗ്യനായവനെ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായവൻ, മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. എണ്ണമില്ലാ പാപം എന്നിൽ നിന്നും നീക്കുവാൻ കാൽവരി കൊലമലത്തിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന നല്ല കർത്താവ്, ആ ദൈവ സ്നേഹത്തെ ഓർത്ത്, ആ കരുതലിനെ ഓർത്ത്, ആ ത്യാഗത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. എനിക്ക് വേണ്ടി ജീവനെ വെടിഞ്ഞതിനായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റാബാഷേ ഖേരിയാതെ ആർത്തോരേശൽ ഖിയാതെ റിബലബോഷൽ ഖാനബ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സമർപ്പണ ബോധത്തോടെ ഹല്ലേലൂയ. കർത്താവെ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നിന്റെ ഹിതത്തിനായി, അങ്ങയുടെ പദ്ധതിക്കായി, അങ്ങയുടെ ഇഷ്ടത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയങ്ങൾ ദൈവത്തിങ്കിലേക്കൊന്ന് സമർപ്പിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. പറയാമോ? അപ്പാ, അങ്ങന്റെ സംഗീതവും അങ്ങന്റെ കോട്ടയും അങ്ങന്റെ പ്രാണനാഥൻ യേശു മാത്രം എൻ്റെ ദൈവം. ഹല്ലേലൂയ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം ഞാൻ അങ്ങയെ ആരാധിക്കും, അങ്ങയെ മഹത്വപ്പെടുത്തും. ആ ഉറച്ച തീരുമാനത്തോടെ ഹല്ലേലൂയ. കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ആ ദൈവത്തോടൊന്ന് പറയാമോ? നന്ദി യേശുവേ. അടിയനിതാ കർത്താവേ, അങ്ങേക്ക് ഇഷ്ടമുള്ളത് എന്നിലൂടെ അങ്ങ് ചെയ്യണമേ. അതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ അതരങ്ങളെ തുറന്ന് ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ്റെ ദൈവം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ്റെ ദൈവം നീ എൻ്റെ ദൈവം. ആരാധിക്കും ഞാൻ, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും മോഹം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി. അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ്റെ ആലംബവും നീ എൻ്റെ ദൈവം നീ
പാലകനും, നീ എൻ്റെ പാലകനും, നീ എൻ്റെ ആശ്വാസവും, നീ എൻ്റെ ആശ്വാസവും, നീ എൻ്റെ മറവിടവും, നീ എൻ്റെ മറവിടവും, നീ മാത്രം എൻ ദൈവം, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ചേരും നിൻ മോഹം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി. അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പോടെ കർത്താവേ, അങ്ങയുടെ വേലയ്ക്കായി, അങ്ങയുടെ നാമമഹത്വത്തിനായി എന്നെയും ഉപയോഗിക്കണമേ. എന്നെയും കർത്താവേ, അങ്ങ് തിരഞ്ഞെടുത്ത കൃപയ്ക്കായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഹല്ലേലൂയ. ആരിലും ആരാധ്യനായ നമ്മുടെ യേശു കർത്താവിനെ, ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ നല്ല കർത്താവിനെ, ഹല്ലേലൂയ, ഒന്ന് സ്തുതിക്കാമോ, ഒന്ന് ആരാധിക്കാമോ? എൻ്റെ ബലവും എൻ്റെ കോട്ടയും കർത്താവെ, അങ്ങ് മാത്രം എൻ്റെ ആശ്രയം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട്, എൻ്റെ ആശ്രയം മനുഷ്യരിലല്ല, എൻ്റെ ആശ്രയം പ്രഭുക്കന്മാരിലല്ല, എൻ്റെ ആശ്രയം ഗവൺമെൻറ്റിലല്ല, എൻ്റെ ആശ്രയം ഈ ലോകത്തിൻ്റെ ഒരു സിസ്റ്റങ്ങളിലുമല്ല, എൻ്റെ ആശ്രയം സർവശക്തനായ യേശു കർത്താവിൽ മാത്രം. ഉറപ്പോടെ പറയാമോ? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ചേർത്തടിച്ച് ആ നല്ലവനായ ദൈവത്തെ ഹല്ലേലൂയ. ഓ ശൽഖരബ, മറവിടവും എൻ്റെ ഉപനിധിയും എൻ്റെ പരിചയമായ നല്ല കർത്താവിനെ ഹല്ലേലൂയ. പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. മറവിടവും എൻ്റെ ഉപനിധിയും നീ മാത്രമെന്നേശുവേ. മറവിടവും എൻ്റെ ഉപനിധിയും നീ മാത്രമെന്നേശുവേ. പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു
ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന സ്തുതി രാജാവിന്. ആരിലും ആരാധന നീ, രാജാധിരാജാവും നീ. ആരിലും ആരാധന നീ, രാജാധിരാജാവും നീ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന സ്തുതി രാജാവിന്. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിനക്കതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിനക്കതല്ല. ദേവോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ദേവോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. യേശു മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. എന്നെ യേശു മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ. കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു. കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. യേശു മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. എന്റെ യേശു മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. എന്റെ
balagada gade ori shabalagada vaida balagada ori shagaramde ori bala ori sheri gada lagade ori bala bala basheke ori bada vaida labana shabalandala vaida gade ori sheri garaba ori basheke riga andere riga jala ba vaida laba chal tere andere galando rigada dala vaida balagada ori shabalamde rigada rigada ori shalaba vaida laba riga tere riga andere galando shabalandala vaida balagde ori shabalamde shabalanda ori shalbara vaida laba rige ori chal tere riga laba rige ora laba baba atere rege rege ri baba baba oro shalba baba ora shalba bara tere rege ashaba shake la baba baba shake baby la baba shake la baba oro mala atere shake la baba oh shake oh achara oro shalba baba shalba baba ori shake ri baba araba araba ri shake ri shalba baba oro shalba baba ora shakara ane shake ri shalba baba ora baba oro shake ri shalba raba baba shakara oh shalba baba ri shake ri bala baba ri shake baba raba baba ri shake ri la shakara ശൂന്യതകളുടെ നടുവിൽ ആമേൻ എന്നിലേക്ക് ഇറങ്ങി വരുവാൻ കരുത്തുള്ളവനായ യേശുവിന്റെ നാമത്തിൽ ഒരു ഡെലിവറൻസ് പകൽ സംഭവിക്കട്ടെ ഒരു ഡെലിവറൻസ് പകൽ ഹോളിനകത്ത് സംഭവിക്കട്ടെ ആമേൻ ആരാധിക്കുന്നവരുടെ നടുവിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം ആരാധിക്കുന്നവരുടെ നടുവിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം ആരാധിക്കുന്ന കൂട്ടായ്മയ്ക്കകത്ത് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ഈ പകലിൽ ആമേൻ ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കുകയാൽ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുകയാൽ അങ്ങേ ഉയർത്തുന്നതിന് ഏറെ ഇഷ്ടം അങ്ങേ സ്തുതിക്കുന്നതിന് ഏറെ ഇഷ്ടം ആമേൻ അതിന്റെ പകലിൽ എന്റെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ ആമേൻ ദൈവാത്മാവിനെ സംഭവിപ്പിക്കുന്ന ഒരു പകലായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഞാനിലും ഉന്നതനായവൻ ആമേൻ ഞങ്ങളുടെ അവസ്ഥ അറിയുന്നവന് ഞങ്ങളുടെ ഭാരങ്ങളെ അറിയുന്നവൻ തീച്ചൂട പോലുള്ള ഞങ്ങളുടെ വിഷയങ്ങളെ അറിയുന്നവൻ ആമേൻ ഞങ്ങളുടെ വേദനകൾ അറിയുന്നവനായവൻ ഈ പകൽ ഞങ്ങളെ വിടുവിക്കുവാൻ ശക്തനാകിയാൽ ഉയരത്തുനിന്ന് കര ഞങ്ങൾക്ക് അനുകൂലമായി ചലിക്കട്ടെ ഉയരത്തുന്ന കര ഞങ്ങൾക്ക് അനുകൂലമായി ചലിക്കട്ടെ ഞങ്ങളുടെ ഭാരങ്ങളെ മറന്ന് ആമേൻ ഞങ്ങളുടെ സ്ഥിതികളെ മറന്ന് ആമേൻ ഞങ്ങളുടെ ജീവിതത്തിലെ പാപഭാരങ്ങളെ മറന്ന് ഒരുമിച്ച് ഞങ്ങൾ അങ്ങനെ ഉയർത്തുന്ന കർത്താവേ ഈ ഹോളിനകത്ത് ആമേൻ ഫിൽ വിത്ത് ദി ഹോളി സ്പിരിറ്റ് അങ്ങനെ നല്ല ആത്മാവിന്റെ പകലിനകത്ത് മൂലയിട്ട് അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പകൽ ഹോളിനകത്ത് മൂലയിട്ട് യേശുവിന്റെ നാമത്തിൽ ആമേൻ the mighty God the presence of Jesus Christ ഈ പകൽ ഹോളിനകത്ത് വ്യാപരിക്കുകയാൽ യേശുവിന്റെ നാമത്തിൽ ഉടനകമ ശേരിയാ ധേരിമം ശകരാധന വൈദം ശേരി
Horiam Seriada Karahiri, Kudanaderi, Mushagadagadiri, Karadi, Horiam Chenabanabana, Shubanamatu, Horiam Chenabanabana, Jesus, Hallelujah, Benam Benam, Horiam Chenabanabana. കൊടക്കോടിതന്തൂത സൈന്യവുമാ മേഘരൂഢനായി വരുന്നിതാ വിരവിൽ തൻ പ്രിയ സുതനെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ കൊടക്കോടിതന്തൂത സൈന്യവുമാ മേഘരൂഢനായി വരുന്നിതാ വിരവിൽ തൻ പ്രിയ സുതനെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ ശാന്തമായ ദിവസങ്ങളിലിരിക്കാമോ? ഹല്ലേലൂയ. ഈ പകല് ഇത്രത്തോളം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല കർത്താവിനെ വാഴ്ത്തുവാൻ, സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, ആമേന്, ദൈവം നമ്മെ യോഗ്യരാക്കി തീർത്ത ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കും സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള ആരാധന അനുഗ്രഹത്തിനായിട്ട് നമ്മളെല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ആമേന് ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഞങ്ങളുടെ പ്രിയ സതി ആൻറ്റിയും സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് ആമേൻ പ്രൈസ് ഗോഡ് ഞങ്ങളുടെ ബ്രദർ അനൂപും ശബ്ദമായി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ ജീസസ്. വായിക്കും. ദയവായി നമ്മളെല്ലാവരും ഒരുമിച്ച് ദിവസങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 84-ാം അധ്യായം, സാം നമ്പർ 84, ആമേൻ, 1 മുതൽ അതിൻ്റെ അവസാനം വരെയുള്ള വേദവാക്യങ്ങളെ വാക്യപ്രതി വാക്യമായി വായിക്കാം. പ്രൈസ് ഗോഡ് ജീസസ്. എല്ലാ പ്രിയപ്പെട്ടവരും എടുത്തു എന്ന് വിശ്വസിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 84-ാം അധ്യായം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! കുരുകിലൊരു വീടും ഇവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. അതിൻ്റെ 11-12 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാമോ? യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ഗോഡ്. സൈന്യങ്ങളുടെ യഹോവേ,
നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ഗോഡ്. നമ്മുടെ കണ്ണുകളടച്ചൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ഇന്നയോളം നമ്മെ നടത്തിയ, ഇന്നയോളം നമ്മെ പരിപാലിച്ച, ഇന്നയോളം നമ്മോട് കൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യത്തെ ഓർത്തുകൊണ്ട് അല്പനേരം സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്ത് ശക്തമായ പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആമേന് പ്രകൃതിക്ഷോഭങ്ങളാൽ ആമേന് വലിയ ആമേനുള്ള ഒരു സംഖ്യ ആമേനുള്ള കേരളത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ അതിൻ്റെ നടുവിൽ ദൈവം നമ്മെ എല്ലാവരെയും പരിപാലിച്ചുവല്ലോ. ദൈവത്തിൻ്റെ കരുതൽ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും ഇന്ന് വേദനയോടെ ദുഃഖത്തോടെ വിവിധ ഇടങ്ങളിലായിരിക്കുന്നുണ്ട്. തങ്ങളുടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ആമേൻ സങ്കടത്തിൽ കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരിപാലിച്ച ദൈവം എണ്ണത്തിലൊന്നു പോലും കുറയാതെ ആമേൻ കരുതിയ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഏമേൻ അല്പനേരം അധരം തുറന്ന് സ്തോത്രം ചെയ്യാമോ? ഏമേനെ ആമേൻ. കർത്താവേ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും അനർത്ഥങ്ങളും രോഗങ്ങളും പ്രതികൂലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ അതിന് നടുവിൽ നിന്നെല്ലാം വിടിവിച്ച ദൈവത്തെ ഏമേൻ, ആമേൻ, ആമേൻ. ആഹാരത്തിന് ആഹാരം, വസ്ത്രത്തിന് വസ്ത്രം, പാർപ്പിടത്തിന് പാർപ്പിടം, വേണ്ടതെല്ലാം ഒരുക്കിയ ദൈവത്തിനായി സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഇന്ന് പകലിൽ സങ്കീർത്തനത്തെ ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തരുന്നതിനായി സ്തോത്രം ചെയ്യാമോ? ആമേൻ, ആമേൻ, ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കും. അങ്ങ് ചെയ്തെല്ലാം നല്ല ദാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം കുടുംബമായി കർത്താവ് ഇന്ന് പകൽ ഹോളിനകത്ത് വന്നിരുന്നു കൊണ്ട് ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഞങ്ങൾക്ക് തരുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും ആ മേരളിയെ എത്തിയിട്ടില്ല. വിവിധ ഇടങ്ങളിലായിരിക്കുന്നുണ്ട്, വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുതൽ അവരോടുകൂടെ പിന്നെയും ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമേൻ. ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും അനുഭവിക്കേണ്ടതുണ്ട്. കർത്താവേ, അടുത്ത ആരാധനകളിൽ ദൈവം അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ആമേ. തിരുമുമ്പിൽ ഞങ്ങളെ താഴ്ത്തുന്നു. കർത്താവേ, ബലഹീന നേരത്ത് ഞങ്ങളെ ഓർത്ത്, ഞങ്ങളെ വിടിവിച്ച, ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ സഹായിച്ച എന്നെ നല്ല നാഥനായി സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധി ഞങ്ങളെ താഴ്ത്തും, സങ്കീർത്തനത്താൽ അനുഗ്രഹിക്കും, സന്നിധിയിലേക്ക് ഏൽപ്പിക്കും. ക്രിസ്തയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശാന്തമായ ദൈവസന്നിധിയിൽ ഒരുമിച്ചിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ആമേൻ. നല്ല ദൈവത്തെ ഒന്നുകൂടെ ഉയർത്താൻ പ്രൈസ് ഗോഡ്. കർത്താവ് തരുന്ന എല്ലാ ഭാഗ്യാവസരങ്ങളെ ഓർക്കുന്നു. ധാരാളമായ ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ച സങ്കീർത്തനം വളരെ പരിചിതമാണ്. എന്നെ ഏറെ ബലപ്പെടുത്തുന്ന, സ്നേഹിക്കുന്ന, എന്നെ കർത്താവിൽ അടുപ്പിക്കുന്ന ഒരു സങ്കീർത്തനം. എന്നെ നല്ല എല്ലാ ആത്മീയരെയും ഒന്നുകൂടെ കർത്താവിൽ അടുപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. പ്രൈസ് ഗോഡ്. വിവിധ തരത്തിൽ ഈ ഭാഗത്തെ കോരഹ് പുത്രന്മാരെക്കുറിച്ച് പങ്കുവെക്കുന്നുണ്ട്. ഒന്ന്, മോശയുടെ കാലത്ത് മോശയോട് എതിർത്ത് നിന്ന, ദൈവജനത്തോട് എതിർത്ത് നിന്ന, ദൈവഭക്തന് വിരോധമായി സംസാരിച്ച കോരഹിൻ്റെ തലമുറകളെന്ന് പല വ്യാഖ്യാനങ്ങളും പങ്കുവെക്കുന്നുണ്ട്. അല്ല, ദാവീദിൻ്റെ ആമേന് സമകാലികരായി ജീവിച്ച ആമേന് കോരഹ് എന്ന് പങ്കുവെക്കുന്നുണ്ട്. അവരുടെ തലമുറകൾ. പ്രൈസ് ഗോഡ്. ദൈവത്തെ ആരാധിച്ച, ദൈവത്തെ പാടിയ അനുഗ്രഹീതമായ സങ്കീർത്തനമാണ്. ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത്. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ആമേന്. എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമുള്ള ഇടം എത്ര മനോഹരം. പ്രൈസ് ഗോഡ്. ആക്ച്വലി ആമേന് നാം വിശ്വസിക്കുന്ന 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നുണ്ടോ അവരുടെ നടുവിലുണ്ടാകാമെന്ന് പറഞ്ഞ ദൈവം. ആമേന്. ദൈവമക്കൾ എവിടെ കൂടുന്നുണ്ടോ അവിടെ എൻ്റെ യേശുപ്പച്ചൻ്റെ സാന്നിധ്യമുണ്ട്. ആ സ്ഥലം എത്ര വിശുദ്ധമാണ്, ആ സ്ഥലം എത്ര ആമേൻ അനുഗ്രഹമാണ്. ഇന്ന് പകലിൽ ആമേന് ഈ ഹാള് എത്രമാത്രം ദൈവ സാന്നിധ്യമുണ്ട് നിറയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അക്ഷരീകമായി ഇവിടെ ആ യേശുപ്പച്ചനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും
ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ആ നാമത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ആമേന്, ആ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ഹാളിനകത്തുണ്ട്. അത് ഞങ്ങളെ തൊടുന്നുണ്ട്, സന്ദർശിക്കുന്നുണ്ട്, ഞങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സാന്നിധ്യമുള്ളിടത്തിരുന്നു കൊണ്ട് ആര് യാചിക്കുന്നുണ്ടോ, ആര് പ്രാർത്ഥിക്കുന്നുണ്ടോ, അവർക്ക് വേണ്ടി ദൈവം തൻ്റെ മഹാകരം ചലിപ്പിക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് പകലിൽ ആമേന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നിരിക്കുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടം. പ്രൈസ് ഗോഡ്. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. പ്രൈസ് ഗോഡ്. ആമേൻ. ഇന്ന് പകൽ എന്നെയും നിങ്ങളെയും ഇവിടെ അടുപ്പിച്ചതും ആ മനോഹരത്വമാണ്, അല്ലേ? ആമേൻ. ആ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് എന്നെയും നിങ്ങളെയും ദീർഘദൂര യാത്രകൾ ചെയ്ത് ഇവിടെ വന്നതിനകത്തിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. ആ മനോഹരത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സൺഡേ ആമേന് അതിരാവിലെ എഴുന്നേറ്റ് ബത്തപ്പാടോടുകൂടെ പല കാര്യങ്ങൾ ആമേന് ഏർപ്പെട്ട് ഞങ്ങളിന്ന് രാവിലെ എനിക്ക് 6:30 ആയപ്പോഴത്തേക്ക് ആമേന് ഞാനും പ്രിയ ശങ്കർ ബ്രദറും അതുപോലെ തന്നെ നിശാന്തേട്ടനൊക്കെ ഇവിടെ വന്നത് 6:30 മണി രാവിലെ. പ്രൈസ് ഗോഡ്. ആമേന്. ഓരോ ആമേന് സൺഡേയും എന്നെയും നിങ്ങളെയും ഈ ഹാളിലേക്ക് അടുപ്പിക്കുന്നത്. നിങ്ങൾ പലരും പല കാര്യങ്ങൾ ചെയ്തെന്ന് പകൽ ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. സഭയ്ക്ക് വേണ്ടിയിട്ട് ചില കരുതലോടുകൂടെ വന്നെത്തിയിട്ടുണ്ട്. ആമേൻ. അതെല്ലാം നിങ്ങളെ അടുപ്പിക്കുന്നത്, ആമേൻ, എന്നെ ചിന്തിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് എന്നെ ഭയങ്കരമായി ബന്ധപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ആമേൻ. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ആമേന്. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. പ്രൈസ് ഗോഡ്. ആമേന്. ഓരോ ആരാധന കഴിയുമ്പോഴും അടുത്ത ആരാധനയ്ക്ക് വേണ്ടിയുള്ള ബമ്പലുകൾ ഉള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കറിയാം, എനിക്കൊരു ആൻറ്റി അറിയാം. അവർ ആമേന് മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. പക്ഷേ അവർ ട്രിവാൻഡ്രത്തേക്ക് വരുന്നത് ആമേന് ഓരോരോ ആരാധനകൾ എവിടെയുണ്ടോ അവിടേക്ക് അങ്ങ് ചെല്ലും. ആമേന്. അവരവിടെ നിന്ന് റെഡിയായ ഡ്രസ്സും ബാഗും തൂക്കി വരുമ്പോൾ വീട്ടുകാരും നാട്ടുകാരൊക്കെ വിചാരിക്കും ആമേന് അവർ പോരുന്നത് പ്രൈസ് ഗോഡ് എന്തോ ജോലിക്കാണെന്ന്. പക്ഷേ ഇവർ വരുന്നത് ആമേന് എവിടെ ആരാധന ഉണ്ടോ അവിടെ കൂടാൻ വേണ്ടിയിട്ടാണ്. ആരാധനകൾക്ക് കൂടാൻ വലിയ താല്പര്യമുള്ള ആമേൻ ഒരു ആൻറ്റി എനിക്കറിയാം. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ആൻറ്റി എന്നോട് പറഞ്ഞ്, മകൾ ട്രിവാൻഡ്രത്ത് പഠിക്കാൻ വിടുമ്പോൾ അവളെ ആദ്യത്തെ സമയങ്ങളിൽ അതിരാവിലെ അവളെ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് പഠിക്കാൻ വിടുമ്പോൾ അവിടെ മകളെ കൊണ്ടാക്കിയിട്ട് അവിടെ എവിടെയുണ്ട് പ്രാർത്ഥനയുണ്ട് നടക്കുന്നുണ്ടോ അവൾ പ്രാർത്ഥനയിൽ കയറി അറ്റൻഡ് ചെയ്യും. ആമേന്. എന്നിട്ട് മകളെ വിടുന്നൊരു ടൈം ആകുമ്പോൾ അവിടെ നിന്ന് പോന്ന് മകളെയും കൂട്ടിക്കൊണ്ടുപോരും. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനകളെ ആഗ്രഹിക്കുന്ന, ആരാധനകളെ ആഗ്രഹിക്കുന്ന ഒരു വലിയ കൂട്ടം ദൈവജനമുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ഇന്ന് പകൽ അങ്ങനെ ആഗ്രഹമുള്ളവരാണ് ഈ ഹാളിനകത്തും ഇരിക്കുന്നവർ. പ്രൈസ് ഗോഡ്. ആമേൻ. എൻ്റെ ആമേന് ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. പ്രൈസ് ഗോഡ്. ആമേന്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോഴും എൻ്റെ അന്തരംഗം എൻ്റെ കർത്താവിനെ നോക്കി സ്തോത്രം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ അന്തരംഗം എൻ്റെ യേശുപ്പച്ചനെ നോക്കി സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. സ്തോത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നേറെ ഈ സങ്കീർത്തനത്തിലെ പ്രധാനമായി എന്നെ ഇഷ്ടപ്പെടുത്തുന്ന അടുപ്പിക്കുന്നൊരു ഭാഗമാണ് കുരുകിൽ 3-ാമത്തെ വാക്യം. കുരുകിലൊരു വീടും മേവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. പ്രൈസ് ഗോഡ്. ആമേന്. കുരുകിൽ കണ്ടെത്തിയിരിക്കുന്നത് ആമേന് ദൈവത്തിൻ്റെ യാഗപീഠത്തെയാണ്. യാഗപീഠമുണ്ടെങ്കിൽ നിശ്ചയമായി അവിടെ എന്തുണ്ട്? നടന്നിട്ടുണ്ട്, യാഗം നടന്നിട്ടുണ്ടായിരിക്കണം. യാഗപീഠമുണ്ടെങ്കിൽ വാസ്തവമായി അവിടെ എന്ത് നടന്നിട്ടുണ്ടായിരിക്കണം? യാഗം നടന്നിട്ടുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. പ്രൈസ് ഗോഡ്. യാഗം നടക്കുന്ന ഇടത്ത് ഇത്തിരി പോകുന്ന കുരുകിൽ ആമേന്, ഇത്തിരി പോകുന്ന ഈ കുരുകിൽ ആമേന് ആ യാഗപീഠത്തെ ആശ്രയം വെച്ചുകൊണ്ടേ ജീവിക്കുന്നുണ്ട്. അല്ലെ വായിക്കുന്ന കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ആമേൻ ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നത്. എൻ്റെ രാജാവും എൻ്റെ ദൈവമായി സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. പ്രൈസ് ഗോഡ്. കുരുകിലിനെയും മീവൽ പക്ഷിയെക്കുറിച്ചറിയാം. ആമേൻ. ഇസ്രായേലിൽ കാണുന്നൊരു ആമേൻ പക്ഷിയാണ്.
ഇത് ചൂട് കാലങ്ങളിലാണ് ഈ പക്ഷി കൂടുതൽ ആശ്രയിച്ച്, ചൂടിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഈ പക്ഷിക്ക് ഇസ്രായേലിൽ തണുപ്പ് സംഭവിക്കുമ്പോൾ ഈ പക്ഷി ചൂടുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറി പാർക്കും. പ്രൈസ് ഗോഡ്. അങ്ങനെ ഇതൊരു ദേശാടന പക്ഷി പോലെ ഇങ്ങനെ നടക്കുക. ഇത് ചൂടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പക്ഷിയാണ്. എന്നാൽ ഏറിയതും ഇസ്രായേലിൽ കാണുന്ന ഒരു പക്ഷിയാണ് പ്രൈസ് ഗോഡ് ഈ മീവൽ പക്ഷി എന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ വായിക്കുന്നത് ആ മീവൽ പക്ഷി സൈന്യങ്ങളുടെ യഹോവയുടെ യാഗപീഠത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ, ഇന്ന് പകലിൽ ഇത്തിരി പോകുന്ന പക്ഷി ദൈവത്തിൻ്റെ യാഗപീഠത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, അവിടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തുമാത്രം ഞാനും നിങ്ങളുമൊക്കെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിപ്പാൻ, ചേക്കേറാൻ, അവിടെ പാർക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ചൂടത്ത് ജീവിക്കുന്ന ഒരു പക്ഷിയാണെങ്കിൽ, ഇച്ചിരി പോകുന്ന പക്ഷിയാണെങ്കിലും ഇതിനെപ്പോഴും ഈ യാഗപീഠത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയിപ്പാൻ ആഗ്രഹമുള്ളതുപോലെ ബലഹീനരായിരിക്കുന്ന നാം നമുക്ക് യോഗ്യതകളോ ബന്ധങ്ങളോ സോഴ്സുകളോ അധികാരങ്ങളോ ഒന്നും നമുക്കില്ലെങ്കിൽ പോലും നമ്മളും ആശ്രയിക്കുവാൻ ആഗ്രഹിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവയുടെ യാഗപീഠത്തിൽ തന്നെ. ഇന്ന് പകലിൽ അങ്ങനൊരു യാഗപീഠത്തിൽ ആശ്രമിക്കുന്ന ഓരോ ദൈവമക്കളെ നോക്കി പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, ഈ കുരുകില് അവിടെ ഇരുന്ന് ദൈവത്തെ സ്തോത്രം ചെയ്തിരിക്കുന്നത് പോലെ ബലഹീനരായ നമ്മൾ ദൈവത്തിൻ്റെ യാഗപീഠത്തെ ആശ്രയിക്കുന്നിടത്തോളം നാം തകർന്നു പോകത്തില്ല, നാം ലജ്ജിച്ചു പോകത്തില്ല, നാം മുടിഞ്ഞു പോകത്തില്ല, നാം ഇല്ലാതെയായി തീരത്തില്ല. കാരണം അതിജീവനങ്ങൾക്ക് വേണ്ടി ഈ പക്ഷി ഒരിടത്ത് നിന്ന് അടുത്ത ശൈത്യം വരുമ്പോൾ വേറൊരിടത്തേക്ക് ഓടുക പതിവാണെങ്കിൽ, അതിജീവനത്തിന് വേണ്ടി ഈ ഇത്തിരി പോകുന്ന പക്ഷി ചൂടിനെ ആശ്രയിച്ച് ഓടുമ്പോൾ, ഇന്ന് പകൽ സൈന്യങ്ങളുടെ യഹോവയുടെ യാഗപീഠത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതിൽ ചിലത് സൈന്യങ്ങളുടെ യഹോവയുടെ യാഗപീഠത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബലഹീനരെന്ന് പറയുന്ന പലരും പലതിലേക്ക് ചേക്കേറാൻ ഓടുമ്പോൾ, നമ്മൾ പലരും ഈ ഹോളിനകത്തിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ദൈവപാദപീഠത്തിൽ ഇരുന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നത് പരാജയമാകത്തില്ല. യാഗപീഠം ഉണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ യാഗം നടക്കുന്നുണ്ട്. ഈ ഹോൾ ഇവിടെ ആരാധനയുടെ ഹോളാണെങ്കിൽ നിശ്ചയമായി ഇവിടെ ഒരു ആരാധന ഉണ്ട്. ഉണ്ടാകുക തന്നെ ചെയ്യോ. ആരാധന ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന സത്യമായ കാര്യമാണ്. എവിടെ ആരാധന നടക്കുന്നുണ്ടോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമോ. ഈ പകൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഈ പകൽ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുകയായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഈ യാഗപീഠത്തെ പുതിയ നിയമ പുസ്തകത്തിലേക്ക് വായിക്കുമ്പോഴത്തേക്ക് കാൽവരിനാഥങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്നുണ്ട് അല്ലേ. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള 10, 11, 12, 13 വേദവാക്യങ്ങളൊന്ന് വായിക്കാമോ? എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ പ്രൈസ് ഗോഡ് 10 മുതൽ 13 വരെയുള്ള വേദവാക്യങ്ങളെ. ആ ആ ആ ആ ആ ആ ആ ആ ആമേൻ. പ്രൈസ് ഗോഡ്. നോക്കിയേ, ആമേൻ. ഒരു യാഗം ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പേ നടന്നിട്ടുണ്ട്. അത് കാൽവരിയിലാണ്. ആമേൻ. കാൽവരിയിൽ പാളയത്തിന് പുറത്ത് ഒരു യാഗം നടക്കാനിടയായിത്തീർന്നു. അത് കാൽവരി മലമുകളിലാണ്. 2 കള്ളന്മാരുടെ നടുവിൽ ആമേൻ 3 ആണികളിൽ എൻ്റെ പ്രാണനാഥൻ തറയ്ക്കപ്പെടുന്നുണ്ടല്ലേ.
അവിടെ നടന്ന യാഗമാണ് വാസ്തവത്തിൽ എന്നെ ആമേന് വിടിവിക്കാൻ, എന്നെ സ്വതന്ത്രനാക്കാൻ, എന്നെ രക്ഷിക്കാനിടയായി തീർന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ആമേന് ഓരോ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുടെ നടുവിലും ഞാൻ വേഗത്തിൽ ആശ്രയിക്കുന്നത് ആ കാൽവരിയിലേക്കാണ്. ആമേനളി ആ ക്രൂശിങ്കിലേക്ക് ഞാൻ നോക്കും. അവിടെ നടന്ന യാഗമാണ് വാസ്തവത്തിൽ എന്നെ സ്വതന്ത്രനാക്കിക്കൊണ്ടേയിരിക്കുന്നത്. എന്നിൽ വെളിപ്പെടുന്ന ബലഹീനതകൾ, എന്നിലുണ്ടാകുന്ന ആമേനളിയ ഇല്ലായ്മകൾ, ഞെരുക്കങ്ങൾ, ആമേൻ ശോധനകൾ, ഇവയെല്ലാം ആമേൻ ഇത്തിരി പോന്ന ഈ മീവൽ പക്ഷി യാഗപീഠത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരു യാഗം നടന്നിട്ടുണ്ട് കാൽവരിയിൽ. ആമേനളിയ ബലഹീനനായ ഞാൻ ആ യാഗത്തിലേക്ക് ആശ്രയം വയ്ക്കുന്നുണ്ട്. ഇന്ന് പകലിലെ ഈ ഹോളിനകത്തിരിക്കുന്ന ദൈവസഭയെ വെറുതെ അല്ല ഇതിനകത്ത് വന്നെത്തിയത്. ആമേൻ എനിക്ക് വേണ്ടി കാൽവരി നടന്ന യാഗത്തെ ഓർത്തുകൊണ്ടാണ്. ആമേൻ കാൽവരിനാഥ് ആമേനളി എൻ്റെ പേർക്കായി ആമേൻ കാൽവരിയിൽ പരമയാഗമായി തീർന്നു. പ്രൈസ് ഗോഡ്. ഞാൻ അതിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എൻ്റെ വേദനകളിൽ അവിടെ നിന്ന് എന്നെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എനിക്കുണ്ടാകുന്ന ഏക പോംവഴി ക്രൂശിങ്കിലേക്ക് നോക്കുക. വേദനകൾ വരുമ്പോൾ, ഭാരം വരുമ്പോൾ, ഒറ്റപ്പെടൽ വരുമ്പോൾ, നിന്ന വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ ആമേൻ ഞാൻ വേഗത്തിൽ ആശ്രയിക്കുന്നത് ആ ക്രൂശിങ്കിലേക്കാണ്. അവിടെ നടന്ന യാഗമാണ് എന്നെ രക്ഷിക്കാൻ കഴിയുന്ന യാഗം. അവിടെ നടന്ന യാഗമാണ് എന്നെ വിടിവിക്കുന്ന യാഗം. ഈ പകൽ പ്രാർത്ഥനാ ഹോളിനകത്തിരിക്കുന്ന ദൈവസഭയെ ആമേരളി മീവൽ പക്ഷി ഒരു യാഗപീഠത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആമേരളിയ ബലഹീനരായ ഞാനും നിങ്ങളോ ആ ക്രൂശിങ്കിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നിടത്തോളം തളർന്നു പോകുകയില്ല. ആമേരളിയ എത്ര ശൈത്യം വരട്ടെ, എത്ര ആമേരളിയ ഞെരുക്കത്തിൻ്റെ അവസ്ഥ വരട്ടെ, ആമേരളിയ പലപ്പോഴോ പല മീവൽ പക്ഷിയോ ആമേരളിയ മറ്റൊരിടത്തേക്ക് ചേക്കേറാൻ ആശ്രയിപ്പാൻ ഓടുമ്പോൾ, ആമേരളി മറ്റൊരു രാജ്യത്തിലേക്ക് ഓടുമ്പോൾ, ഇന്ന് പകൽ ഞാൻ ആശ്രയിച്ചു വരുന്ന എൻ്റെ ദൈവോ ആമേരളി എന്നെ കൈവിടുകയില്ല, എന്നെ ഉപേക്ഷിക്കുകയില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ അധരം തുറന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ആമേൻ ജീസസ്. ആമേൻ ജീസസ്. അതുകൊണ്ട് ഞാൻ ആമേന് എപ്പോഴും ചിന്തിക്കും, അവിടെ ഒരു യാഗം നടന്നു, കാൽവരിയിൽ ഒരു യാഗം നടന്നു. ആ യാഗത്തിൽ നിന്നും ചൊരിയപ്പെട്ട രക്തമാണ് വാസ്തവത്തിൽ എന്നെ എന്നിലുണ്ടായ വിടുതൽ, എന്നെ രക്ഷിച്ചത്. പ്രൈസ് ഗോഡ്. സഭയെ നിങ്ങളെ വിടിവിച്ചതും രക്ഷിച്ചതും ആ യാഗത്തിൽ നിന്നും വെളിപ്പെട്ട രക്തമായിരുന്നു. പ്രൈസ് ഗോഡ്. ആ യാഗത്തിൽ നിന്നും ആമേൻ ഇറങ്ങി വന്ന രക്തം. അതുകൊണ്ട് ബലഹീനത വരുമ്പോൾ നാം എല്ലാവരും ആ രക്തത്തിൽ ആശ്രയിക്കും. യേശുവിൻ്റെ രക്തം എൻ്റെ രോഗത്തെ മാറ്റും, എൻ്റെ ബലഹീനതകളെ മാറ്റും, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മാറ്റും. ആമേൻ. ഞാൻ പലപ്പോഴും ചിന്തിക്കും, പല കാരണങ്ങളാൽ രോഗം വരാറുണ്ട്, പല കാരണങ്ങളാൽ രോഗം വരും. ആമേൻ. ഒന്ന് ആമേൻ വാർദ്ധക്യം കാരണത്താൽ നാം പലരും രോഗിയാകാറുണ്ട്. രണ്ട് ആമേന് ഞെരുക്കങ്ങളാൽ എന്നെങ്കിൽ ആമേന് നമ്മെ സംരക്ഷണമില്ലാത്ത നിലവാരത്തിൽ ആമേന് നമ്മളെന്തായിത്തീരാറുണ്ട്, രോഗിയായിത്തീരാറുണ്ട്. സംരക്ഷിക്കാൻ ആളില്ലാതെ വരുമ്പോൾ രോഗിയായിത്തീരുന്നുണ്ട്. മൂന്ന്, കഠിനാധ്വാനം കൊണ്ട് എന്ത് ചെയ്തുകൊണ്ട് ഒത്തിരി കാലം ആമേന് കഠിനാധ്വാനം ചെയ്ത് ആമേന് ആയുസ് പൂർത്തിയാകുന്നതിന് മുമ്പ് രോഗിയായിത്തീരാറുണ്ട്. ആമേന് നാല്, പാപകാരണത്താൽ രോഗിയായിത്തീരാറുണ്ട്. പ്രൈസ് ഗോഡ്. ആമേന്. വാർദ്ധക്യ കാരണത്താൽ, കഠിനാധ്വാനത്താൽ, സംരക്ഷിക്കാൻ ആളില്ലാഞ്ഞതിനാൽ, ആമേൻ ഒരു പ്രോപ്പറായി സംരക്ഷണം ലഭിക്കാത്തത് കൊണ്ട്, പാപകാരണത്താൽ നാം പലരും ബലഹീനരാകാറുണ്ട്, രോഗികളാകാറുണ്ട്. എന്നാൽ ആമേന് ഇവിടെ നടന്ന യാഗം ഇവയ്ക്കെല്ലാത്തിനൊരു പരിഹാരമുണ്ട്. ഇവിടെ നടന്ന യാഗം ഇവയ്ക്കെല്ലാത്തിനൊരു പരിഹാരമുണ്ട്. ആ യേശുവിൻ്റെ രക്തം എന്നെ ആമേരളെ തൻ്റെ ക്രൂശിലെ അടിപ്പിണരുകളാൽ ആമേര് തൻ്റെ ശരീരത്തിലെ ആമേര് വെളിപ്പെട്ട മുറിവുകളിൽ നിന്നും ചൊരിയപ്പെട്ട രക്തത്താൽ ആമേന് എനിക്ക് വിടുതലുണ്ടായി. ഇന്ന് പകൽ അനുഭവിക്കുന്ന വിടുതലുകളെ ഓർത്ത് ആ വിശുദ്ധ കരമുയർത്തുന്നു. സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. എൻ്റെ വാക്കുകളെ വിരാമമിടുവാൻ ആഗ്രഹിക്കുന്നു. ഒടുവിലത്തെ ഭാഗം
ആമേന് യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എല്ലാവരും ഭാഗ്യവാനാകാൻ ആഗ്രഹിക്കുന്നവരാണ്. ആമേന് അതിൽ ഭാഗ്യം കൊടുക്കുന്ന ഒരു അങ്കിൾ ഞങ്ങൾക്ക് ഉള്ളതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ശശിയങ്കിൾ ആമേന് ഭാഗ്യം ആമേന് പലർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അങ്കിളാണ്. പ്രൈസ് ഗോഡ്. എല്ലാവരും ഭാഗ്യം ആമേന് ഭാഗ്യവാനാകാൻ ആഗ്രഹിക്കുന്നവനാണ്. ബൈബിൾ പറയുന്നു ആമേന് സൈന്യങ്ങളുടെ യഹോവേ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ. നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ. ഈ പകൽ ഈ പ്രാർത്ഥന ഹോളിനകത്തിരിക്കുമ്പോൾ എൻ്റെ യേശുപ്പച്ചനിൽ ആശ്രയിക്കുന്ന ഞാൻ ഭാഗ്യവാനാണ്. ഞാൻ ഭാഗ്യവാൻ. ഇതിൽ പരം വേറെ ഭാഗ്യം, ഇതുപോലൊരു ഭാഗ്യം വേറെയില്ല. എൻ്റെ യേശുപ്പനെ ഉയർത്താൻ, സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, ആ നാമത്തെ മഹത്വം കരേറ്റാൻ ലഭിക്കുന്ന ഭാഗ്യം പോലെ വേറൊരു ഭാഗ്യമില്ലേ ഇല്ല. പ്രൈസ് ഗോഡ്. ഉലകത്തിൽ ഏത് വലിയ ആളും ഏത് ചെറിയ ആളും ഈ സ്തുതിക്കുന്നവരുടെ മുമ്പിൽ എന്തു ചെയ്യും? അവരുടെ തല കുനിഞ്ഞേ നിൽക്കത്തുള്ളൂ. കാരണം ദൈവത്തെ ആശ്രയിക്കുന്നവന് ദൈവം ഉയർത്തും. അവൻ്റെ തല കുനിയാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേന്. ഇതുപോലൊരു ഭാഗ്യം ലഭിക്കപ്പെട്ട ദൈവമക്കൾ പ്രൈസ് ഗോഡ്. പലപ്പോഴും പക്ഷേ എന്നിലെ ഭാഗ്യം ആമേന് ഞാൻ അറിയാതെ പോകുന്നു. നമ്മളിലെ ഭാഗ്യം നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. എൻ്റെ ദൈവം ആരെന്നുള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും ആമേന് നിങ്ങളെയും എന്നെയും പിറകിലേക്ക് നോക്കുമാറാക്കുന്നത്. ആമേൻ. ദൈവം ആരെന്ന അറിവില്ലായ്മയാണ്. ദൈവത്തെക്കുറിച്ച് അറിയുമെന്ന് യേശുപ്പച്ചനാണോ? എനിക്കറിയാം. എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എനിക്കറിയാം. ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു, വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തു, ഒക്കെ അറിയാം. പക്ഷേ ആമേൻ ഈ അറിവുകൾ മാത്രമല്ല ആമേന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എനിക്ക് രോഗം വരുന്നത്, എനിക്ക് ഭാരം വരുന്നത്, എനിക്ക് ഒറ്റപ്പെടലുണ്ടാകുന്നത്, എനിക്ക് കഷ്ടത വരുന്നത് ആമേന് എനിക്കെൻ്റെ യേശുപ്പച്ചൻ എന്നിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിവാനാണ്. എൻ്റെ കൂടെ എത്രത്തോളം ഈ അപ്പ ആമേൻ എന്നോടുണ്ടെന്നൊരു അറിവ് എനിക്കുണ്ടാകാനാണ് എനിക്ക് ഈ പ്രയാസങ്ങളൊക്കെ ഏറി വരുന്നത്. ആമേന്. എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ യേശുപ്പച്ചൻ എന്നോട് കൂടെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആമേന്. അതുകൊണ്ട് പറയാം ആമേൻ 6 കഷ്ടങ്ങളിൽ നിന്ന് ആമേനുള്ളിൽ വിടിവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7ാമത്തെ തിന്മ നിന്നെ തൊടത്തില്ല. അതിനകത്തുനിന്നും ദൈവം നിന്നെ സഹായിക്കുന്നവനാണ്. എത്രയോ ശോധനകരമായ, എത്രയോ വേദനകരമായ അനുഭവങ്ങളിൽ കൂടെ ആമേന് കടന്നുപോയിട്ട് ആമേൻ അതിന് നടുവിൽ എൻ്റെ യേശുപ്പ എത്രത്തോളം എന്നിലേക്ക് അടുത്തിരിക്കുന്നത് എനിക്ക് തോന്നാൻ തുടങ്ങി. ഞാൻ അനുഭവിച്ചറിഞ്ഞ മനുഷ്യനാണ്. അതുകൊണ്ട് കഴിഞ്ഞ 6 കൂടെ ഉണ്ടായിരുന്നവൻ ഈ 7ാമത്തേതിലും കൂടെ ഉണ്ടായിരിക്കാൻ ശക്തനായവനാണ്. ഈ പ്രാർത്ഥന ഹോളിനകത്തിരിക്കുമ്പോൾ ആ ഉറപ്പ് എൻ്റെയും നിങ്ങളുടെ അകത്തളത്തിൽ ഉണ്ടാകട്ടെ. ആമേരളിയെ തകർത്ത് കളയാൻ ദുഷ്ടപിശാചിന് ദൈവം എന്നെ വിട്ടുകൊടുക്കയില്ല. ആമേന്. മുടിച്ചു കളയാൻ ദൈവം എന്നെ ദുഷ്ടനെ വിട്ടുകൊടുക്കയില്ല. ആമേരളി എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട്. ആമേൻ. ഭാഗ്യം ചെയ്ത മനുഷ്യനാ. ഭാഗ്യം ചെയ്ത വ്യക്തിയായി തീരട്ടെ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ആമേന് നമ്മുടെ അജിത് ബ്രദറിൻ്റെ മാതാവ് ആൻറ്റി പ്രൈസ് ഗോഡ് പ്രിയ ബ്രദറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. എനിക്ക് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. പ്രൈസ് ഗോഡ്. എൻ്റെ കണ്ണ് ഞാൻ ഭയങ്കരമായി മറ്റൊരു ചിന്തയ്ക്കകത്തുകൂടി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് ഇവിടെ കാണുന്ന അജിത്ത് എന്ന ബ്രദറല്ല. ആൻറ്റിക്ക് അതുകൊണ്ട് യേശുപ്പയെ എങ്ങനെ സ്തുതിക്കണമെന്ന് ആൻറ്റിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെ ദൈവത്തെ മഹത്വം കൊടുക്കണമെന്ന് ആൻറ്റിക്ക് അറിഞ്ഞുകൂടാ. ആൻറ്റി ആ വാക്കുകൾ എന്നോട് പങ്കുവെക്കുമ്പോൾ അവർക്ക് യേശുപ്പച്ചനെ എങ്ങനെ ഉയർത്തണമെന്നോ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. കാരണം ഭയപ്പെട്ട് ജീവിച്ച 3 മക്കളിൽ അജിത്ത് എന്ന ഇവിടെ ഇരിക്കുന്ന ഈ ബ്രദറിനെ ഭയപ്പെട്ട് ജീവിച്ചൊരു നാളുകൾ. ഞാനിതിവിടെ പറയുന്നത് പല പാരൻസും പല അപ്പനും അമ്മയും ഇതിനകത്ത് ഇരിപ്പുണ്ട്. ദീർഘനാളുകൾ പലരെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്.
ഭർത്താവിന് വേണ്ടിയിട്ട്, തലമുറകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് പകൽ ഈ ആമേൻ ഇത് പറയാതെ പോകാൻ എന്നെ അനുവദിക്കാത്തത് കൊണ്ട് ആമേന അതൊരു ഭയങ്കരമായ സാക്ഷ്യമാണ്. ഇന്ന് ഈ മുൻനിരയിൽ ആമേന ഈ പ്രിയ ബ്രദർ ഇരിക്കുമ്പോൾ തന്നിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ ഇടപെടൽ അസാധ്യമായിരുന്നു. ആ അമ്മ എന്നോട് സംസാരിക്കുമ്പോൾ ആൻറ്റി പറഞ്ഞു ഭയപ്പെട്ട് ജീവിച്ച ആളുകൾ, വീട്ടിലെ ഉപകരണങ്ങൾ മുഴുവനും തല്ലി ഉടയ്ക്കുന്ന ആളുകൾ. ഞാൻ അജിത് ബ്രദറിനെ കാണുമ്പോൾ ഒരു പ്രാകൃത രൂപം, മുടിയൊക്കെ വളർത്തി ഭയങ്കരമായ അനുഭവത്തിൽ. ഇവിടെ ഇരിക്കുന്ന പലരും അത് കണ്ടിട്ടുള്ളതാണ്. ഇന്നിരിക്കുന്ന അജിത്തല്ല, അന്നത്തെ അജിത്ത്. ചില ആമേന് ആഴ്ചകൾക്ക് മുമ്പുണ്ടായ അജിത്ത്. തന്നെ ഇന്ന് പകൽ ഇവിടെ ഈ ഫ്രണ്ടിലേക്ക് വന്നിരുത്താൻ ഇടയാക്കി തീർത്ത ദൈവത്തിൻ്റെ ഇടപെടൽ ഭയങ്കരമായിരുന്നു. 12 മണിയാകുമ്പോൾ ജോലി കഴിഞ്ഞ്, ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവിടുന്നേയും ആമേന് ഇവർ വീടിനടുത്ത് തന്നെ ഗവൺമെൻറ് ഔട്ട്ലെറ്റുകളൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അവിടുന്നേ ആമേന് നല്ല സുബോധം നഷ്ടപ്പെട്ട മനുഷ്യനെ പോലെ അവർ ആമേന് പിന്നെ തൻ്റെ കയ്യിലുണ്ട് അടുത്ത് വൈകുന്നേരത്തേക്കുള്ളത് ഒക്കെ കരുതിയ പോരുന്നത്. പ്രൈസ് ഗോഡ്. അധ്വാനത്തിൻ്റെ നന്മ ഏറിയതും ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ആമേന് വീട്ടിൽ വന്നാൽ ആമേന് മേടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തല്ലിപ്പൊടിച്ച് കളയണം. പ്രൈസ് ഗോഡ്. ആമേന് എല്ലാം ആമേലിയ ടി വി പൊട്ടിക്കുകയാണോ, ഡോറ് തല്ലിപ്പൊട്ടിക്കുകയാണോ, കണ്ണാടികളെല്ലാം തല്ലിപ്പൊട്ടിക്കുകയാണോ, ഇതൊന്നും കാണാൻ മേലെ പൊട്ടിക്കുക എന്ന ഒരു ആമേന് വല്ലാത്ത തന്നിൽ അകപ്പെട്ടിരിക്കുന്നൊരു ഒരു ദുഷ്ടശക്തി. വീട്ടിലെ സാധനങ്ങൾ മുഴുവനും തല്ലിപ്പൊട്ടിക്കും. പ്രൈസ് ഗോഡ്. നാട്ടുകാർക്ക് വീട്ടുകാർക്കൊക്കെ പ്രൈസ് ഗോഡ് എല്ലാവരും ഒരിക്കലും രക്ഷപ്പെടില്ല. ഇവനിങ്ങനെ മദ്യപിച്ച് ജീവിതത്തെ തകർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തെ തൻ്റെ ആൻറ്റി പ്രാർത്ഥിക്കുന്ന ആൻറ്റി, കരയുന്ന ആൻറ്റി, ഉപവസിക്കുന്ന ആൻറ്റി, ഞങ്ങളുടെ അർച്ചന സിസ്റ്റർ, എൻ്റെ ബ്രദർ, ഇങ്ങനെ ഒരാൾ എന്നൊക്കെ പറഞ്ഞ് വളരെ ഭാരപ്പെടുന്നുണ്ട്. അവർ ദൈവത്തെ വിശ്വസിക്കുന്നു, ദൈവത്തെ ആശ്രയിക്കുന്നു. പക്ഷേ വീട്ടിനകത്ത് സമാധാനമില്ല. സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടുകൊണ്ട് ആമേരളിയെ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ വീട്ടിൽ ഒരു വല്ലാത്ത ശൂന്യമായ അനുഭവം ഈ സാഹചര്യത്തിൽ കൂടെ വീട് കടന്നു പോകുന്നുണ്ട്. ഇന്ന് അജിത്ത് ദൈവത്തിൻ്റെ മകനായി ദൈവത്തിന് വേണ്ടി ഞങ്ങളുമായി കണ്ടുമുട്ടിയ നാൾ മുതൽ ഇതുവരെയും ആ അമ്മ പറയുന്നു, എൻ്റെ മകൻ ഇങ്ങനെ മാറി വരുമെന്ന്, എൻ്റെ മകൻ ഇങ്ങനൊരു മാറ്റമുണ്ടാകുമെന്ന്. മദ്യപാനം മാത്രമല്ല, കയ്യിൽ കഞ്ചാവും മാരകമായ മയക്കുമരുന്നിന് അടിമയായി നിൽക്കുമ്പോൾ അസാധ്യം കുടുംബക്കാരും ലോകക്കാരും ഒരുപോലെ പറഞ്ഞ് അസാധ്യം. എന്നാൽ ഇന്ന് പകൽ എന്നെ ചിന്തിപ്പിച്ചത് അമ്മയുടെ കണ്ണുനീര് കാണാതെ പോയൊരു ദൈവമല്ല. ആ അമ്മയുടെ വേദന കാണാതെ പോയൊരു ദൈവമല്ല, അമ്മയുടെ ഹൃദയവേദന അറിഞ്ഞൊരു ദൈവം. അമ്മയുടെ ദീർഘനാളത്തെ കണ്ണുനീര് ഇതിനൊരു സൊല്യൂഷൻ എൻ്റെ അപ്പ തരത്തില്ലേ, ഇതിനൊരു വ്യത്യാസം എൻ്റെ അപ്പ തരത്തില്ലേ എന്ന് ദിനംപ്രതി മാറിയിരുന്ന് കരഞ്ഞതിനൊരു മറുപടി. പ്രൈസ് ഗോഡ്. ഞാനിത് ഇതിനകത്ത് പങ്കുവെക്കുമ്പോൾ വിവിധമായി ഭാരപ്പെടുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. സാക്ഷികളുടെ ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നുണ്ടെങ്കിൽ ദീർഘമായി കരയുന്ന വിഷയത്തിനകത്ത് ഒരു സൊല്യൂഷൻ ഇല്ലാതെ പോകത്തില്ല. എൻ്റെ അപ്പയുടെ കയ്യിൽ മറുപടിയുണ്ട്, എൻ്റെ യേശുപ്പൻ്റെ കരത്തിലൊരു മറുപടിയുണ്ട്, എൻ്റെ യേശുപ്പൻ്റെ കയ്യിൽ മറുപടിയുണ്ട്. നിശ്ചയമായോ ഇന്നും ആളുകളെ മാറ്റുന്ന, ആളുകളെ സ്വഭാവത്തെ ചേഞ്ചസ് ചെയ്യുന്ന, ജീവിതത്തെ വ്യത്യാസം വരുത്തുന്ന ഒരു ദൈവത്തിന്റെ ഇടപെടലുണ്ട്. പ്രൈസ് ഗോഡ്. ഞാനതുകൊണ്ട് അജിത് ബ്രദറിനെ അന്ന് കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുണ്ടായ വിടുതലൊക്കെ ഓക്കെയാ, നല്ലതാ, പക്ഷേ യേശോപ്പയെ വിട്ട് ഒരിക്കലും മാറിപ്പോകരുത്.
മാറിയാൽ പോയ അണ്ണന്മാരെല്ലാം കൂടെ ഇട്ട് കൂടെ വരും. അത് പിന്നെ ഇതിലേക്കാളും ട്രാജഡി ആയിത്തീരും. മറ്റാർക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയാണ്ട് പോകും. ഇന്ന് പകൽ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് ആ മേരളി അമ്മയുടെ കണ്ണുനീരിന് മറുപടി കൊടുത്തൊരു ദൈവം നൈലിലെ വിധവയ്ക്ക് വേണ്ടിയിട്ട് നൈലിലെ വിധവയ്ക്ക് വേണ്ടിയിട്ട് ആ മേരളിയ എൻ്റെ യേശു എതിർപ്പെട്ടു വന്ന് ആ മേരളി ആ വിധവയ്ക്ക് വേണ്ടി ഇടപെട്ടുവെങ്കിൽ ആ മേരളിയ ഈ പകലില് ഈ ഹോളിനകത്ത് വിവിധമായി ആ മേരളിയ ഭാരത്തോടു കൂടി ഇരിക്കുന്ന എൻ്റെ വീട്ടിനകത്ത് ഇതേ ഡെലിവറൻസ് നടക്കാനുണ്ട്. എൻ്റെ ഭവനത്തിനകത്ത് ഇതേ ഡെലിവറൻസ് നടക്കാനുണ്ട്. ആ മേരളി എൻ്റെ ജീവിതത്തിൽ ആ മേരളി ഈ വിടുതൽ നടക്കാനുണ്ട്. അപ്പാ ആ മേരളി ഞാൻ വിശ്വസിക്കുന്നു. ആമൻ ഇന്നും ആ കരം ചലിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭവനത്തിൽ ആ കരം ചലിക്കുമാറാകട്ടെ. ആ മേരളി ഇന്ന് ആ കരം ചലിക്കുന്നുണ്ടെങ്കിൽ ആ കരം എൻ്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുമാറാകണമേ. നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ജീവിതത്തെ ചേഞ്ചസ് ചെയ്യുവാനിടയായി തീർന്ന ആമേന് ദൈവത്തിൻ്റെ ഭാഗ്യം. കഴിഞ്ഞ ദിവസം ആ ആൻറ്റി എന്നോട് പറഞ്ഞപ്പോൾ എന്നോട് പറയുകയായിരുന്നു, ആമേന് ഇപ്പോഴാണ് ഭാഗ്യത്തിൻ്റെ പൂർത്തീകരണം വരുന്നത്. ഭാഗ്യം വരും. ഇതുപോലൊരു ഭാഗ്യം തരാൻ കഴിയുന്ന വേറൊരുവൻ ഉലകത്തിനകത്തില്ല. ആമേൻ. ആകെ ഉള്ളത് ഞാൻ നിങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന, സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന, ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ യേശു കർത്താവ്. ആ അപ്പനെ നോക്കി വിളിച്ചപേക്ഷിക്കുന്ന ഒരു കുടുംബത്തെ ഇല്ലാതാക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആ കർത്താവിനെ നോക്കി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭവനത്തെയും ഛിദ്രിച്ച് കളയാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു ദൂതെന്ന പോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നിങ്ങൾ ഒത്തിരി കരയുന്നുണ്ട്, ഒത്തിരി വേദനിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാരം മറ്റാരോടും പറയാതെ കൊണ്ട് യേശുപ്പയോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവം വിശ്വസ്തനാന്നേ. ആമേന് സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. ഇന്നും കർത്താവ് ജീവിക്കുന്നു അല്ലേ? ഇന്ന് യേശുപ്പ ജീവിക്കല്ലേ? ആമേൻ. ഇന്ന് എൻ്റെ അപ്പം ജീവിക്കുന്നുണ്ട്. തെളിവുകൾ ഭയങ്കരമാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. ഇന്ന് ഞങ്ങളുടെ അമ്പിയാൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. യേശുപ്പ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഇന്നും ആ കരം ചലിക്കുന്നത് കൊണ്ടാണ് അമ്പിയാൻ്റെ ഇവിടെ ഇരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇന്നും ആ കരം ചലിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തി നോക്കിയൊക്കെ പറയട്ടെ, യേശുപ്പ ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലേ? ആമേ. നമ്മുടെ രാധാമ്മ ആൻറ്റി ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആമേന് ശകുന്തള ആൻറ്റി ഉണ്ട്. പ്രൈസ് ഗോഡ്. യേശുപ്പ ജീവിച്ചിരിക്കുന്നുണ്ട്. ആമേൻ. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ദൈവം ഭാഗ്യം. ആമേൻ. നമ്മുടെ ദാസമ്മച്ചി ഇരിപ്പുണ്ട്. സ്ട്രോക്ക് വന്നാൽ ഞങ്ങൾ അമ്മച്ചിയെ കാണുന്നത്. ആമേൻ. അമ്മച്ചിക്ക് സ്ട്രോക്ക്, അമ്മച്ചിക്ക് ഓപ്പറേഷൻ. അമ്മച്ചിയുടെ ശരീരം ആമേൻ ആപ്റ്റല്ല, അമ്മച്ചിക്ക് അതിന് പറ്റത്തില്ല. പക്ഷേ ആമേന് ഒരു സർജറി യേശുപ്പം എൻ്റെ മകളുടെ അകത്തളത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കണ്ടുമുട്ടിയ നാൾ ആമേൻ മുതൽ ദീർഘമായ 5 വർഷത്തിനധികം പഴക്കമുണ്ട്, 5-6 വർഷത്തെ പഴക്കമുണ്ട്. അന്ന് മുതൽ ഇതുവരെയും ആ സർജറി ആമേരളിയ ഭംഗിയായി നടത്തിയ ദൈവത്തിനെ ഓർക്കുന്നു. അക്കമാൻ്റെ മുന്നോട്ട് കടന്നു വരും. ഒരു പാട്ടിൻ്റെ ഇരകൾ ചേർന്ന് പാടും. അന്നേരം സ്തോത്ര വഴിപാടെടുക്കാൻ സമയത്ത് വേർതിരിക്കുന്ന ദൈവം നമ്മളെല്ലാവരും ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പ്രിയാക്കമാൻ്റെ മുന്നോട്ട് കടന്നു വന്ന് ഒരു പാട്ടിൻ്റെ ഇരകൾ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പാടുന്ന പാട്ട് ഞാൻ സ്വയമായി എഴുതുകയും അത് ഈണം പകർന്ന പാട്ടാണ്. കാൽവരി കുരിശിന്മേൽ ശത്രുവിനെ തകർത്ത നാഥൻ, ജയം തരും നാമം യേശുവിൻ നാമം, ജയമെന്നും പ്രാപിച്ചിടും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തും. കാൽവരി കുരിശിന്മേൽ ശത്രുവിനെ തകർത്ത നാഥൻ, ജയം തരും നാമം യേശുവിൻ നാമം, ജയമെന്നും പ്രാപിച്ചിടും.